അല്ല ഗൈസ്, ഇന്ന് നമ്മളൊരു 100 വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. എന്നും കെട്ടടി വിത്ത് മീ അല്ലേ, ഇപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇന്നൊരു 100 വിത്ത് മീ വീഡിയോ ആണ് എടുക്കുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു 100 വിത്ത് മീ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഹെയർ എല്ലാം കൂടെ ഞാൻ അമ്മ കെട്ടെന്നൊക്കെ പറയുമല്ലോ, അതുപോലെ കെട്ടിയിരുന്ന് മുകളിലിട്ട് വെച്ച് കൊടുക്കുന്നു കേട്ടോ. മുടി അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം തന്നെ നല്ലൊരു ആശ്വാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ കമ്മൽ മാറ്റി വെച്ചു കേട്ടോ. കമ്മൽ അങ്ങനെ ഊരി വെച്ച് കമ്മലും മുടിയും ഒന്ന് ഊരി വെച്ചിട്ടുണ്ട്. മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മുകളിലോട്ട്. പിന്നെ ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാണ്ട് പോകണം. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു മേക്കപ്പ് അല്ല, മേക്കപ്പ് ഒരുപാട് മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടത്രേ ഉള്ളൂ. അതൊരു മേക്കപ്പ് ആണല്ലോ. അപ്പോൾ അതൊന്ന് കളയാനായിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. എന്നിട്ട് ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം കണ്ണിൽ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ കൺമഷിയും ഐലൈനറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ടൊന്ന് ഈ ഒരു വെളിച്ചെണ്ണ വെച്ച് ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു കോട്ടൺ തുണിയോ കോട്ടൺ പാഡോ എന്തെങ്കിലും, അത് നിങ്ങളെ ഇഷ്ടം. ഞാനൊരു കോട്ടൺ തുണി കൊണ്ട് ജസ്റ്റ് അതെല്ലാം അത് തുടച്ചു കൊടുക്കുന്നുണ്ട്. തുടച്ചു കൊടുത്തപ്പോൾ തന്നെ ആ ഒരു ലിപ്സ്റ്റിക്കും ഐലൈനറും എല്ലാം തന്നെ ആ ഒരു തുണിയിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫേസ് വാഷ് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി ഫേസ് വാഷാണ് എടുക്കുന്നത്. ഒരിച്ചിരി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. നല്ല ഫോമിങ് ആയിട്ടുള്ള ഫേസ് വാഷാണ്. അതുപോലെ തന്നെ നല്ല കൂളിംഗ് ആയിട്ടുള്ള ഇത് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റോളം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുക. അതിനുശേഷം ഫേസ് വാഷ് ചെയ്ത് വന്നതിന് ശേഷം നല്ലൊരു ഡിഫറൻസ് തന്നെ ഫേസിന് കിട്ടുന്നുണ്ട്. ആ ഒരു ഡൾനെസ്സൊക്കെ മാറി നല്ലോണം ഫ്രഷ് ലുക്ക് തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് ഞാനൊരു ലിപ് ബാം ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കൊടുത്തു. ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടോ. ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലേക്ക് അബ്സോർവ് ആവുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഞാൻ കുറേ നാളുണ്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത്. സോ നമ്മൾ 100 വിത്ത് മീ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.